ബിടെക് സപ്ലിയോട് കൂടി ജോലി കിട്ടുമെന്ന് സംശയിച്ചിരിക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ബാക്കിയുള്ളവർ ദയവേത് കാണരുത്, സ്കിപ്പ് ചെയ്തു. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ബിടെക് കുറേ സപ്ലി ആയി, അമ്മയുടെ ഒരു ഡ്രീം ഫിക്സ് ചെയ്യാനായിട്ട് ബിടെക് ജോയിൻ ചെയ്ത് ബിടെക്കിൽ 19 സപ്ലി ആയിട്ട് എടുത്തിട്ട് പോലും പിന്നെ എന്ത് ചെയ്തു, അവർ അത് എഴുതിയെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് വേറൊരു മെസ്സേജ്, രസകരമായിട്ടുള്ള ഒരു മെസ്സേജ് വന്നു. പക്ഷെ അത് എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. വേറൊന്നുമല്ല, ആൾക്ക് ബിടെക്കിൽ സപ്ലി ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആള് ഇന്ന് മൈക്രോസോഫ്റ്റിലും ഗൂഗിളിലും ഒക്കെ ബഗ് ഫിക്സർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഏർണിംഗ് 1 lakh സാലറി. സോ അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ബിടെക് സപ്ലി എടുക്കണം, സപ്ലിയോട് കൂടി പോയി ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആവാനായിട്ടുള്ള ഒരു വീഡിയോ അല്ല, അതൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഇപ്പം തന്നെ പറഞ്ഞോട്ടെ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ബിടെക് സപ്ലി ഉണ്ട്, പക്ഷെ നിങ്ങൾ എപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു പാസ് ആവണം ഡിഗ്രി എന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് അങ്ങനെ അല്ലാത്തവരുണ്ട് എന്നാണ് ഈ വീഡിയോയുടെ ഒരു സാരാംശം. അപ്പൊ അങ്ങനെ ഈ പുള്ളി അതേപോലെ ഇത്രയും ബിടെക്കിൽ സപ്ലിയും വെച്ചിട്ട് മൈക്രോസോഫ്റ്റിലും ഗൂഗിളിലും ഒരു ബഗ് ഫിക്സർ ആയിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് പ്യുവർ സ്കിൽ. അപ്പൊ നിങ്ങൾ ബിടെക് പാസ്സാവുന്നതോടൊപ്പം ഇതേപോലുള്ള സ്കില്ല്, ഇന്റേൺഷിപ്സ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇന്റേൺഷിപ്പ്, ലിങ്ക്ഡിനിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്യുക. ഇപ്പൊ ബിടെക് സപ്ലി ഉണ്ടെങ്കിൽ നിങ്ങൾ 1 വർഷം 2 വർഷം എടുത്തു അത് ക്ലിയർ ചെയ്യാനായിട്ട്. പക്ഷെ പാരലി ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പും സ്കില്ലും ഇപ്പോഴൊക്കെ AI പോലത്തുള്ള സ്കിൽസ് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ലിനുള്ളൊരു ജോബ് കിട്ടും. പിന്നെ പാരലി നിങ്ങൾ ആ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഡിഗ്രി പഠിച്ചെടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ സ്കില്ല് തന്നെയാണ് പ്രധാനം. അത് തന്നെയാണ് ഈ വീഡിയോ. അതുപോലെ പുള്ളി പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേര് സ്വന്തമായിട്ട് 12th വെച്ചിട്ട് കേരളത്തിൽ നമ്മളെ കേരളത്തിൽ തന്നെ എത്രയോ പേര് കമ്പനീസ് റൺ ചെയ്യുന്നുണ്ട്, കോഡിംഗ് കമ്പനീസ്. ഏതോ ഒരു പയ്യന്റെ ഒരു വീഡിയോ ഞാൻ റീൽസിൽ ഏതോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒന്നുമല്ല, സ്കില്ല് തന്നെയാണ്. ബിടെക്കിൽ കയറിയ പാടെ 2ാമത്തെയോ 3ാമത്തെ വർഷം സ്റ്റാർട്ട് സ്കില്ലിംഗ് എന്ന് പറയും. ഇറ്റ്സ് നോട്ട്. അപ്പൊ നിങ്ങൾ പോയി ഇന്റേൺഷിപ്പ് ചെയ്യുക, സ്കില്ല് എടുക്കുക. ബിടെക് പഠിച്ചിറങ്ങുമ്പോൾ സപ്ലി കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അത് എഴുതിയെടുക്കാനായിട്ട് ഈ ഒരു ജോബ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ദയവ് ചെയ്ത് സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക. സക്സസ് ആവാൻ പറ്റും ബിടെക്കിൽ സപ്ലി ഉണ്ടെങ്കിൽ.